അങ്ങനെ നമ്മുടെ കനക നന്ദുവിനോട് പോയി ചോദിക്കുന്നുണ്ട്, നിനക്ക് നവീനെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാലോ നവീനേട്ടൻ്റെ അമ്മയ്ക്ക് തൻ്റെയുള്ള പെൺകുട്ടികളെ ഇഷ്ടമില്ല എന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കനക പറയുന്നുണ്ട്, നവീൻ്റെ മനസ്സിൽ നീയാന്ന് അറിഞ്ഞിട്ടല്ലേ ഇപ്പം നവീൻ്റെ അമ്മയ്ക്ക് തൻ്റെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് നവീനേട്ടൻ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചിട്ട് പൊന്മുടിയിലേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ആദർശൻ അതിനോട് പറയുന്നുണ്ട്, നവീൻ്റെ മനസ്സിൽ നന്ദു ആണെന്ന് നമ്മുടെ അനി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നന്ദുവിന് നവീനെ ഇഷ്ടമാണെങ്കിൽ അനിയെ കൊണ്ട് ഒന്നും തടയാനൊന്നും പറ്റില്ല ഈ കല്യാണം. എന്തായാലും നിൻ്റെ അനിയത്തി നവീനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നമ്മൾ രണ്ടാളും അതിന് തടസ്സം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദർശ്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ കനക ഗോവിന്ദനോട് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ പറയുന്നത് നവീൻ്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും ഒക്കെ വന്നിട്ട് ഇവിടെ സമ്മതം പറയട്ടെ, എന്നിട്ട് നമുക്ക് ധൃതിയില്ല, നമുക്ക് അപ്പം അവിടേക്ക് പോവാം, നീ ഇപ്പം തന്നെ എന്തിനാ ധൃതി കൂട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കനകയ്ക്കാണെങ്കിൽ അവിടെ പോയിട്ട് എല്ലാം വേഗം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ധൃതി ആയിരുന്നു. നമ്മുടെ നന്ദു ആണെങ്കിൽ ഇതൊക്കെ ബാക്കിൽ നിന്ന് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട്. നന്ദു ഇതിന് എങ്ങനെ രക്ഷപ്പെടുകയെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.